സ്റ്റാർട്ട് ചെയ്തു. ഹലോ എവരിവൺ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള ഡയറി ടെക്നോളജി എന്ന പാർട്ടാണ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ മിൽക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ടൈപ്സ് ഡിസ്കസ് ചെയ്തു, അതിന്റെ കോൺസിക്വൻസ്, കോമ്പോസിഷനെ എഫക്ട് ചെയ്യുന്ന കോൺസിക്വൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് മാർക്കറ്റ് മിൽക്ക്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. മാർക്കറ്റ് മിൽക്ക്, അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് മിൽക്ക്, കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഫിൽട്രേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഹോമോജനൈസേഷൻ, പാസ്ചറൈസേഷൻ, പിന്നെ UHT, അൾട്രാ ഹൈ ടെമ്പറേച്ചർ, ദെൻ സ്റ്റെറിലൈസേഷൻ, പാക്കേജിംഗ്. ഈ മാർക്കറ്റ് മിൽക്കിന്റെ പ്രോസസ്സിംഗ് ആണ്, കംപ്ലീറ്റ് പ്രോസസ്സിംഗ് ആണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്, ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് മിൽക്ക്. എന്താണ് മാർക്കറ്റ് മിൽക്ക്? അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് അല്ലെങ്കിൽ മാർക്കറ്റ് മിൽക്ക്. ഫ്ലൂയിഡ് ഹോൾ മിൽക്ക് ദാറ്റ് ഈസ് സോൾഡ് ടു ഇൻഡിവിജ്വൽസ് യൂഷ്വലി ഫോർ ഡയറക്റ്റ് കൺസംഷൻ. നമുക്ക് ഡയറക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കാറുണ്ട്. ടോൺഡ് ആയിട്ടും ഡബിൾ ടോൺഡ് ആയിട്ടും നമ്മൾ മേടിക്കുന്ന, നമ്മൾ ഓരോ യൂസസിന്, നമ്മുടെ വീട്ടിലെ ഓരോ യൂസസിന് മേടിക്കുന്ന മിൽക്ക്, അതാണ് നമ്മൾ മാർക്കറ്റ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ആ മിൽക്ക്, പ്രോസസ് ചെയ്ത് കിട്ടുന്ന, കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ആ മിൽക്കിനെയാണ് നമ്മൾ മാർക്കറ്റ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിലെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് മേജർ കോൺസ്റ്റിറ്റ്യുവൻസ്, മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ്, ട്രൂ കോൺസ്റ്റിറ്റ്യുവൻസ്. മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു മേജർ കോൺസ്റ്റിറ്റ്യുവന്റ്? ഓഫ് കോഴ്സ് വാട്ടർ ആണ്. അതിൽ പിന്നെ ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ, ലാക്ടോസ്, ആഷ് ഓർ മിനറൽസ്, ഇതൊക്കെയാണ് മേജർ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ദെൻ മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ്സ്, സ്റ്റീറോൾസ്, വൈറ്റമിൻസ്, എൻസൈംസ്, പിഗ്മെന്റ്സ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ട്രൂ കോൺസ്റ്റിറ്റ്യുവൻസ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ട്രൂ കോൺസ്റ്റിറ്റ്യുവൻസ്. അതിൽ മിൽക്ക് ഫാറ്റ്, കസീന്, ലാക്ടോസ്, ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ മാർക്കറ്റ് മിൽക്കിന്റെ പ്രോസസ്സിംഗിലോട്ട് കടക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു ഡയഗ്രാം, ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. റോ മിൽക്ക് റിസീവിംഗ്, ഫിൽട്ടർ, റോ മിൽക്ക് സ്റ്റോറേജ്, ക്ലാരിഫയർ സെപ്പറേറ്റ്, ദെൻ പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ ആണ്. ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട് പ്രോസസ് ചെയ്ത് കിട്ടാൻ. പാസ്ചറൈസ് സ്റ്റോറേജ്, ദെൻ കോൾഡ് സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ. ഒരു കംപ്ലീറ്റ് പ്രോസസ്സിംഗ് ആണ്. ഫ്രം ഫാം ടു നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള മിൽക്കിന്റെ കംപ്ലീറ്റ് പ്രോസസ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മിൽക്ക്, ബൈയിങ് ആൻഡ് കളക്ഷൻ ഓഫ് മിൽക്ക്. ഇതില് നമുക്കറിയാം, നമ്മൾ ഡയറി ഫാംസിൽ അവിടെയാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നാട്ടിൻപുറങ്ങളിൽ നമുക്ക് അറിയാം ഓരോ ഫാംസ്, അങ്ങനത്തെ ഏരിയാസ്. സിറ്റിയിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫാംസ് കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്കുള്ള മിൽക്കിനെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ബൈയിങ് ആൻഡ് കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടോ ഒരുപാട് അളവിലോ അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിലോ വെയിറ്റിനനുസരിച്ച് നമ്മൾ ഈ മിൽക്കിനെ ഫാർമറിന്റെ കയ്യിൽ നിന്ന്, അതായത് ഡയറി ഫാർമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുക. അതാണ് കളക്ഷൻ ഓഫ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് തരത്തിൽ വ്യത്യാസങ്ങളുണ്ടോ, ഒരുപാട് ഫാക്ടേഴ്സിനനുസരിച്ച് ഇത് വ്യത്യാസം വരും. ചില മിൽക്കിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള മിൽക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫാമിൽ നിന്ന് കളക്ട് ചെയ്യും മിൽക്കിനെ. ദെൻ നമുക്കറിയാം, കൂടുതലായിട്ടും റൂറൽ ഏരിയാസിലാണ് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. കൂടുതൽ സിറ്റീസിൽ ഇല്ല എന്നല്ല, കൂടുതലായിട്ട് അവിടെയാണ് നടക്കുന്നത്. എന്നിട്ട് ഇത് അർബൻ ഏരിയാസിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് പൊതുവെ നടക്കുന്നത്. നമ്മളെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ റൂറൽ ഏരിയാസിലാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ അതിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയാസിൽ, പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ എത്തിക്കും. അതാണ് ബൈയിങ് ആൻഡ് കളക്ഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഫാമിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സൊസൈറ്റീസ്, പാൽ സൊസൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. കുറെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്ത് വെക്കുക. അതാണ് ബൈയിങ് ആൻഡ് കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിൽക്ക്, നമ്മൾ ആ ഫാമിൽ നിന്ന് നമ്മുടെ എവിടേക്കാണോ എത്തിക്കേണ്ടത്, ജസ്റ്റ് ഒരു സൊസൈറ്റി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, സൊസൈറ്റി എടുക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ മിൽക്ക് കളക്ട് ചെയ്തതിന് ശേഷം നമുക്കത് കൂളിംഗ് നടത്തണം.
ഐ മീൻ സ്റ്റോർ ചെയ്യണം. നമ്മുടെ പ്രോസസ്സിംഗ് ഏരിയക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ ആ മിൽക്കിനെ സ്റ്റോർ ചെയ്യണം. അതാണ് കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ ട്രാൻസ്പോർട്ടും ചെയ്യണം. അതായത് നമുക്കറിയാം മിൽക്കിനെ നമ്മൾ കൂൾ ചെയ്യേണ്ടത് ബിലോ 5 ഡിഗ്രി സെൽഷ്യസിലാണ്. ചില്ലിംഗ് സെന്ററിലോ അല്ലെങ്കിൽ ഫാമിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച സാധനം കൂൾ ചെയ്യേണ്ടത് ബിലോ 5 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇപ്പൊ ഒരു കോമൺ മിൽക്ക് ഓർഗാനിസം ഏകദേശം 20 to 40 ഡിഗ്രി സെൽഷ്യസിൽ നന്നായിട്ട് ഗ്രോ ചെയ്യും. അപ്പൊ നമ്മൾ ബിലോ 5 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാൽ മാത്രമേ മിൽക്ക് നന്നായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ കൂൾ ചെയ്ത മിൽക്കിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഈ പ്രോസസ്സിംഗ് ഏരിയയിലോട്ടുള്ള ദൂരം കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ സ്റ്റോറേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്റ്റോറിംഗ് സെറ്റപ്പ് ഉണ്ട്. അതായത് കാൻ ഇമ്മേർഷൻ മെത്തേഡ് ഉണ്ട്, സർഫസ് കൂളർ ഉണ്ട്, ബൾക്ക് ടാങ്ക് കൂളർ ഉണ്ട്. അങ്ങനെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കൂൾ ചെയ്തിട്ട് വേണം ആ മിൽക്കിനെ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ, അതായത് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ. നമ്മുടെ സൊസൈറ്റി എക്സാമ്പിൾ എടുക്കാന്നെ സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം, കൂളിംഗ് ചെയ്ത് വെക്കണം. ദെൻ നമുക്കറിയാം ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈമിലാണ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അതായത് ആ ഒരു ക്ലൈമറ്റ്, ആ വെതർ, സണ്ണിന്റെ ആ ഒരു വെതർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരിയിങ് ലോഡ്, ഡിസ്റ്റൻസ്, കളക്ഷൻ, ലോക്കൽ കണ്ടീഷൻ. റെഫ്രിജറേറ്റഡ് വെഹിക്കിൾ ഷുഡ് ബി യൂസ് ടു പ്രിവെന്റ് ഇൻക്രീസ് ഇൻ അസിഡിറ്റി. ദൂരത്തിനനുസരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവന്ന വെഹിക്കിളിൽ ഉണ്ടായിരിക്കണം, മിൽക്ക് ക്യാരി ചെയ്യുന്ന വെഹിക്കിളിൽ ഉണ്ടായിരിക്കണം. അതെന്നാൽ മാത്രമേ അതിൽ നമുക്കറിയാം ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാം. അപ്പോൾ പ്രോപ്പറായിട്ട് കൂളിംഗ് പ്രോസസ് നടത്തിയില്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടന്റ് ഉണ്ടായിരിക്കാം, അസിഡിറ്റി ഒക്കെ ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഹൈ ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവിംഗ് ഓഫ് മിൽക്ക് ആണ്. റിസീവിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാന്റിൽ, നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയയിൽ ആ മിൽക്ക് എത്തിച്ചു. കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റിൽ റിസീവ് ചെയ്തു. നമ്മുടെ പ്ലാന്റിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിൽക്ക് ഫ്രീ ഫ്രം ഓഫ് ഫ്ലേവേഴ്സ് ആൻഡ് എക്സ്ട്രാനിയസ് മാറ്റേഴ്സ്. അതിൽ ഓഫ് ഫ്ലേവേഴ്സോ എക്സ്ട്രാനിയസ് മാറ്റേഴ്സോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മിൽക്കിനെ ബിലോ 5 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം നമ്മൾ കൂൾ ചെയ്തിട്ട് കൊണ്ടുവരേണ്ടത്. അത് ക്ലീൻ, സ്വീറ്റ് ആൻഡ് പ്ലസന്റ് ഫ്ലേവേഴ്സ് ആയിരിക്കണം. ഇത് നമ്മുടെ കണ്ണോട് നോക്കിയാൽ മനസ്സിലാവും ഏറെക്കുറെ. അപ്പൊ ഇതിന് ഈ റിസീവിങ്ങിന്റെ ടൈമിൽ നമുക്ക് കുറച്ച് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഉണ്ട്. അപ്പം ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ടെസ്റ്റ് ഉണ്ട്. അത് അതിന് കുറച്ച് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിനെ റിസീവ് ചെയ്യുന്നത്. ഈ റിസീവ് ചെയ്യണ ടൈമിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അൺലോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദ മിൽക്ക് കാൻസ് ആർ അൺലോഡഡ് മാനുവലി. നമ്മൾ ആ മിൽക്ക് കാൻ കൊണ്ടുവന്ന് മിൽക്ക് കാൻ നമ്മൾ മാനുവലി അൺലോഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്രേഡിങ്. നമ്മുടെ ഗ്രേഡിങ്ങിന്റെ നമുക്കറിയാം ഓരോ ഗ്രേഡ് വെച്ചിട്ട് നമ്മൾ മിൽക്കിനെ സെപ്പറേറ്റ് ചെയ്യാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ് ആണ്. നമുക്കറിയാം ഓർഗാനോലെപ്റ്റിക് നമ്മുടെ ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. ഓർഡർ, ടേസ്റ്റ്, അപ്പിയറൻസ് ആൻഡ് ടച്ച്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ മിൽക്കിനെ ഗ്രേഡ് ചെയ്യണം. കളർ ആയിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ നോക്കണം. അസിഡിറ്റി, സെഡിമെന്റ്, ലാക്ടോമീറ്റർ റീഡിംഗ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ മിൽക്കിനെ ഗ്രേഡിംഗ് ചെയ്യുന്നു. ദെൻ സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആൻഡ് മൈക്രോബിയൽ ടെസ്റ്റ് ഓഫ് മിൽക്ക് സാമ്പിൾസ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മിൽക്ക് സാമ്പിൾ നമ്മൾ എടുത്തിട്ട് അതിനെ കെമിക്കൽ ആൻഡ് മൈക്രോബിയൽ ടെസ്റ്റിന് വിധേയമാക്കും. അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളെ ലാബിലുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് പീപ്പിൾസ് ആയിരിക്കാം. നമ്മൾ എടുത്തിട്ട് സാമ്പിളിംഗ് ചെയ്യുന്നു, ടെസ്റ്റ് നടത്തുക, അതാണ് ഉദ്ദേശിച്ചത്. ദെൻ വെയിങ് നമുക്കറിയാം വെയിറ്റ്, എത്രത്തോളം വെയിറ്റ് ഉണ്ട്. അക്കൗണ്ടിങ് ഫോർ മിൽക്ക് റിസീപ്റ്റ് ആൻഡ് ഡിസ്പോസൽ, എത്രത്തോളം മിൽക്ക് നമ്മൾ റിസീവ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്തു അതിനറിയാൻ വേണ്ടിയിട്ടാണ് വെയിങ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള മിൽക്കിംഗ് കാൻസ് നമ്മൾ ഡംപ് ഇൻ ടു ദ ടാങ്ക്, വെയ് ചെയ്യുന്ന ടാങ്കിന്റെ മേലെ ഡംപ് ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് വെയിറ്റ്, എത്രത്തോളം മിൽക്ക് നമ്മൾ റിസീവ് ചെയ്തു എന്നൊക്കെ നമുക്ക് കറക്റ്റ് അക്കൗണ്ട്സ് എടുത്തു വെക്കാൻ പറ്റും.
ദ മിൽക്ക് ക്യാൻ ബി മെഷേർഡ് ബൈ വെയിറ്റ് ഓർ ബൈ വോളിയം. വെയിറ്റിലോ അല്ലെങ്കിൽ വോളിയത്തിലോ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ്. നമ്മളിപ്പോ ഏകദേശം നമ്മൾ ആ സാമ്പിളിംഗ് ഗ്രേഡിംഗിലായാലും സാമ്പിളിംഗിലായാലും ഏകദേശം ടെസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്ന് വെച്ചാലും നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. നമ്മൾ ഇപ്പോ ഏകദേശം നമ്മൾ സാമ്പിളിംഗ് ഒക്കെ വെച്ച് നമ്മൾ കുറച്ച് മിൽക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറെ എണ്ണം റിജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ അക്സെപ്റ്റ് ചെയ്താലും നമുക്ക് അത് പ്രോപ്പർ ക്വാളിറ്റി ആണോ എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ കെമിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി നമുക്ക് ഇതിന്റെ നോക്കണം. പ്രോപ്പർ ടെസ്റ്റിംഗ് നടത്തിയിട്ട് നമ്മുടെ മൈക്രോബയോളജി ലബോറട്ടറിയിൽ പ്രോപ്പർ ടെസ്റ്റിംഗ് നടത്തിയിട്ട് കെമിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ആ മിൽക്കിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രോസസ്സിങ്ങിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ റിസീവിങ്ങിലെ കുറച്ച് സ്റ്റെപ്സ്. ഇതൊക്കെ ഈ ഒരു കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ആ മിൽക്കിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ പ്രീ ഹീറ്റിംഗ്. ഈ സ്ലൈഡിലാണ് നമ്മൾ വെയിങ്ങും ടെസ്റ്റിങ്ങും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ പ്രീ ഹീറ്റിംഗ് ഇതൊരു സ്റ്റെപ്പാണ്. പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അടുത്തൊരു സ്റ്റെപ്പാണ്. നമ്മുടെ റിസീവിംഗ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഫോർത്ത് വൺ, പ്രീ ഹീറ്റിംഗ്. എന്താണ് പ്രീ ഹീറ്റിംഗ്? പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ. ഈ ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ സ്റ്റെപ്പ് എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ഹീറ്റിംഗ് നടത്തുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മിൽക്കിന്റെ വിസ്കോസിറ്റി ഡിക്രീസ് ആവും. അത് നമുക്ക് ഫിൽട്രേഷൻ ക്ലാരിഫിക്കേഷൻ എഫിഷ്യന്റ് ആവാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഫിൽട്രേഷൻ ക്ലാരിഫിക്കേഷന് മുന്നേ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അത് ഏകദേശം 35 to 40 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്. ഏകദേശം 35 to 40 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റിംഗ് നടത്തുന്നത്. അതായത് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞു വരും. സോ നമുക്ക് ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ എഫിഷ്യന്റ് ആയിട്ട് നടത്താം. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ. ഇത് നമ്മൾ ചെയ്യുന്നത് ഇംപ്രൂവ് ദ എസ്തെറ്റിക് ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ റിമൂവിങ് വിസിബിൾ ഫോറിൻ മാറ്റേഴ്സ്. വിസിബിൾ ആയിട്ടുള്ള ഫോറിൻ മാറ്റേഴ്സ് എന്തെങ്കിലും മിൽക്കിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഫിൽട്രേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഫിൽട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്പെൻഡഡ് മാറ്റേഴ്സ്, റിമൂവ് ദ സസ്പെൻഡഡ് മാറ്റർ ബൈ സ്ട്രെയിനിങ് പ്രോസസ്. സ്ട്രെയിനിങ് പ്രോസസ് ഉപയോഗിച്ച് നമുക്ക് അതിൽ സസ്പെൻഡ് ആയിട്ടുള്ള മിൽക്കിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന എന്തെങ്കിലും മാറ്റേഴ്സ്, ഫോറിൻ മാറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ. സ്ട്രെയിനിങ് വഴി നമുക്കത് ചെയ്യാം. ഇനി ക്ലാരിഫിക്കേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ദ സെയിം ബൈ സെൻട്രിഫ്യൂഗൽ സെഡിമെന്റേഷൻ. ഫോറിൻ മാറ്റേഴ്സ് അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ സെഡിമെന്റേഷൻ നടത്തിയിട്ട് അതിനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫിൽട്രേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് നമ്മളെ മിൽക്ക് നമ്മുടെ കയ്യിലുണ്ട്, പ്രോസസിംഗ് യൂണിറ്റിൽ എത്തി. ദെൻ അടുത്ത സ്റ്റെപ്പ് സിക്സ്ത് വൺ എന്ന് പറയുന്നത് കൂളിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് റോ മിൽക്ക്. നമ്മളിപ്പോ പ്രോപ്പർ ആയിട്ട് ഫിൽട്ടർ ചെയ്ത ക്ലാരിഫൈ ചെയ്ത മിൽക്ക് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ പ്രോസസ്സിങ്ങിലോട്ട് പോകുമ്പോഴേക്കും കണ്ടിന്യൂസ് പ്രോസസ്സിംഗ് അല്ലേ, അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോന്നും നടക്കുക. ഓരോ കാര്യത്തിനും ടൈം എടുക്കും, ഓരോ പ്രോസസ്സിനും ടൈം എടുക്കും. അപ്പൊ നമുക്ക് കിട്ടിയ മിൽക്കിനെ കൂളിംഗ് ആൻഡ് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ ഏകദേശം ആസ് സൂൺ ആസ് മിൽക്ക് ഈസ് റിസീവ്ഡ് ഇങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയ മിൽക്കിനെ നമ്മൾ ചിൽ ടു 5 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ നമ്മൾ ചിൽ ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവിടെ ഡിറ്റീരിയോറേഷൻ നടക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. ചിൽ ടു 5 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ നമ്മൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ ചേഞ്ച് വരും. ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മിൽക്ക് അതിന്റെ ക്വാളിറ്റിയിൽ ചേഞ്ച് വരാം, പലതിന്റെ ഓർഡർ വരാം, നമ്മൾ കളർ വ്യത്യാസം വരാം, അങ്ങനെ ചേഞ്ചസ് വരാവുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൂൾ ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത് വരെ. ഇതിന് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്, സച്ച് പ്ലേറ്റ് കൂളർ, സർഫസ് കൂളർ, അങ്ങനെ എക്സെട്ര നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. സ്റ്റാൻഡർഡൈസേഷൻ നമുക്കൊക്കെ അറിയണ്ടായിരിക്കും. എന്താ സ്റ്റാൻഡർഡൈസേഷൻ? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഫാറ്റ് ഓർ സോളിഡ് നോട്ട് ഫാറ്റ് പെർസെൻറ്റേജ് ഓഫ് മിൽക്ക്
ടു എ ഡിസൈർഡ് വാല്യൂ അക്കോർഡിംഗ് ടു ലീഗൽ സ്റ്റാൻഡേർഡ്സ്. നമ്മളിപ്പോ മിൽക്കിന്റെ പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, ഏതൊരു ഫുഡിന്റെ പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, അതിന് കുറച്ച് ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അത് അക്കോർഡിംഗ് ചെയ്തിട്ട് നമ്മൾ ഡിസൈർഡ് നമുക്ക് വേണ്ട വാല്യൂയിലേക്ക്, ഫാറ്റിനെ ആയിക്കോട്ടെ, സോളിഡ് നോട്ട് ഫാറ്റിനെ ആയിക്കോട്ടെ, സോളിഡ് നോട്ട് ഫാറ്റ് നമ്മൾ കഴിഞ്ഞ സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാറ്റ് അല്ലാത്ത ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് അതായിക്കോട്ടെ, അതിന്റെ ലെവൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ലീഗൽ സ്റ്റാൻഡേർഡ്സിനെ അക്കോർഡിംഗ് ടു ലീഗൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഫാറ്റ് ടു ഡിസൈർഡ് വാല്യൂ അക്കോർഡിംഗ് ടു ലീഗൽ സ്റ്റാൻഡേർഡ്സ്. ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. ടോണ്ട് മിൽക്ക്, ഡബിൾ ടോണ്ട്, അതിനൊക്കെ നമ്മുടെ ഫാറ്റ് ആയിക്കോട്ടെ, SNF ആയിക്കോട്ടെ, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു റേഞ്ചിലേക്ക്, നമ്മുടെ ഡിസൈർഡ് റേഞ്ചിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് 8th സ്റ്റെപ്പാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മിൽക്ക് പ്രോസസ്സിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് വേണമെങ്കിൽ പറയാം പാസ്ചറൈസേഷൻ. ഇതെന്ന് പറഞ്ഞാല് ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്നു ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾമോസ്റ്റ് ഓൾ സ്പോയിലേജ് ഓർഗാനിസം. മിൽക്കിലുള്ള എല്ലാ സ്പോയിലേജ് ഓർഗാനിസത്തെയും ഡിസ്ട്രക്ട് ചെയ്യുക ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട്. അതിൽ ഒരുപാട് നമുക്കറിയാം, ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് പാസ്ചറൈസേഷന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടാണ് പറയുന്നത്. ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ സ്പോയിലേജ് ഓർഗാനിസത്തെയും ഡിസ്ട്രക്ട് ചെയ്യുന്നു ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി, ഫോളോഡ് ബൈ ഫ്രോം കൂളിംഗ് ടു 5 ഡിഗ്രി സെൽഷ്യസ്. ഏകദേശം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് നമ്മൾ സഡൻ കൂളിംഗും കൊടുക്കുന്നുണ്ട്. ഇനി പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് വാസ് ഫസ്റ്റ് ആട്രിബ്യൂട്ടഡ് ബൈ ഡോക്ടർ സോക്സ്ലെറ്റ്. സോക്സ്ലെറ്റ് ആണ് നമ്മൾ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ പാസ്ചറൈസേഷൻ തന്നെ ഒരുപാട് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാസ്ചറൈസേഷനിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഇൻഡെക്സ് മൈക്രോ ഓർഗാനിസം. അതായത് പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ, പാസ്ചറൈസേഷൻ ഇൻഡിക്കേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, ഇൻഡെക്സ് മൈക്രോ ഓർഗാനിസം ആണ് കോക്സിയെല്ല ബർണറ്റി. നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. പാസ്ചറൈസേഷന്റെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഏതാണ് എന്നുള്ളത്, അതാണ് കോക്സിയെല്ല ബർണറ്റി. ദെൻ ഇൻഡെക്സ് എൻസൈം എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ ഫോസ്ഫറ്റേസ്. ഇതാണ് മെയിൻ ആയിട്ട് പാസ്ചറൈസേഷനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ഉണ്ട് പാസ്ചറൈസേഷൻ. ഒരുപാട് ടൈപ്പിൽ നമുക്ക് ചെയ്യാം പാസ്ചറൈസേഷൻ. അതിന്റെ ഏതൊക്കെ സ്റ്റെപ്പ് ആണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻബോട്ടിൽ പാസ്ചറൈസേഷൻ, LTLT പാസ്ചറൈസേഷൻ, HTLT പാസ്ചറൈസേഷൻ, വാക്വം പാസ്ചറൈസേഷൻ, സ്റ്റാഫനൈസേഷൻ, ഊപ്പറൈസേഷൻ, അങ്ങനെ എക്സെട്ര ഒരുപാട് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻബോട്ടിൽ പാസ്ചറൈസേഷൻ. എന്താണ് ഇൻബോട്ടിൽ പാസ്ചറൈസേഷൻ? നമ്മളിപ്പോ പാസ്ചറൈസേഷൻ പറഞ്ഞു, ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുക 5 ഡിഗ്രി സെൽഷ്യസ്. അതാണ് പാസ്ചറൈസേഷന്റെ കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇനി ഇൻബോട്ടിൽ പാസ്ചറൈസേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്കിനെ, നമ്മൾ ഏകദേശം ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കൂളിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് റോ മിൽക്ക് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് മിൽക്കിനെ. അതിനുശേഷം അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് നമ്മൾ പാസ്ചറൈസേഷനിലേക്ക് പോവുകയാണ്. ദെൻ ഇൻബോട്ടിൽ പാസ്ചറൈസേഷനിൽ നമ്മുടെ റോ മിൽക്കിനെ നമ്മൾ ബോട്ടിൽസിൽ ഫിൽ ചെയ്യുന്നു. ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ക്യാപ്പ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ റോ മിൽക്കിനെ ബോട്ടിൽസിൽ ഫിൽ ചെയ്യും. ഇത് നമ്മൾ 63 to 66 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ് ഇതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ദെൻ ഇതിനെ പാസ് ത്രൂ വാട്ടർ സ്പ്രേ, കൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സഡൻ കൂളിങ്ങും ഇതിനാവശ്യമാണ്. ഹീറ്റിങ്ങിന് ശേഷം സഡൻ കൂളിങ്ങും ആവശ്യമാണ്. ദെൻ ദ ബോട്ടിൽ പാസ് ത്രൂ വാട്ടർ സ്പ്രേ ഓഫ് ഡിക്രീസിംഗ് ടെമ്പറേച്ചർ വിച്ച് കൂൾ ബോത്ത് ദ പ്രൊഡക്റ്റ് ആൻഡ് ദ ബോട്ടിൽ. ഹൈ ടെമ്പറേച്ചർ നമ്മളിപ്പോ 63 to 66 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ചെയ്തതിനു ശേഷം വാട്ടർ സ്പ്രേ ഉപയോഗിച്ച് ഇതിന്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ് പാസ്ചറൈസേഷൻ മെത്തേഡിന്റെ കോമ്പിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് ഒരു പ്രോസസ്സിങ്ങിലായാലും അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കാം, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കാം.
ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു സ്ലോ മെത്തേഡ് ആണ്. ദെൻ ഗ്രേറ്റർ റിസ്ക് ഓഫ് ബോട്ടിൽ ബ്രേക്കേജ്, കാരണം നമ്മൾ പറഞ്ഞു ബോട്ടിൽസ് ആവുമ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ബ്രേക്കേജ് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. റിക്വയർ ഹൈ ക്വാളിറ്റി വാട്ടർ ടൈപ്പ് ക്യാപ്സ്, ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. Then move to next, batch or holding pasteurization or low temperature long time. ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് LTLT പാസ്ചറൈസേഷൻ. നമ്മൾ ഇതിനെ സിമ്പിൾ ആയിട്ട് പറയും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പാസ്ചറൈസേഷനിൽ. ദ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്. അപ്പൊ ഓരോന്നിന്റെയും ടെമ്പറേച്ചർ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. നമ്മൾ ഇൻബോട്ടിൽ പാസ്ചറൈസേഷന്റെ പറഞ്ഞത് 63 to 66 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ആയിരുന്നു. LTLT വരികയാണെങ്കിൽ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ് ആൻഡ് പ്രോംപ്റ്റ്ലി കൂൾ ടു 5 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ. അതാണ് ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. LTLT ലോ ടെമ്പറേച്ചർ ലോങ് ടൈം. ദാറ്റ് ഈസ് ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 63 ഡിഗ്രി സെൽഷ്യസ്. ലോങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് 30 മിനിറ്റ് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് ഈസ് ഡൺ ഇൻഡയറക്ട്ലി ത്രൂ എ മെറ്റൽ വാൾ ഇൻ ടു ദ പ്രൊഡക്റ്റ്. മെറ്റൽ വാൾ ഇൻഡയറക്റ്റ് ആയിട്ട് മെറ്റൽ വാൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഹീറ്റിംഗ് നടത്തുന്നത്. ദ പാസ്ചറൈസർ മേ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്, ലൈക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട്. വാട്ടർ ജാക്കറ്റഡ് വാറ്റ്, വാട്ടർ സ്പ്രേ ടൈപ്പ് ആൻഡ് കോയിൽ വാറ്റ് ടൈപ്പ് യൂസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലായാലും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് പറയാം. അജിറ്റേഷൻ, ടൂ മച്ച് അജിറ്റേഷൻ നടക്കുന്നുണ്ട്, കോസിങ് ചേർണിങ് ആൻഡ് ഇമ്പയർമെന്റ് ഓഫ് ക്രീമിംഗ് പ്രോപ്പർട്ടീസ്. അത് നമ്മൾ ഓരോ പ്രൊഡക്ട്സിന്റെ പ്രോസസ്സിംഗിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ചേർണിങ്, അപ്പൊ നമ്മൾ പഠിക്കും. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ ഓർ ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്നും ഇത് വിളിക്കാറുണ്ട്. HTST പാസ്ചറൈസേഷൻ. ഈ മെത്തേഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എബിവിക്കോ ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം 1922. ഇത് നമ്മൾ it gives the continuous flow of milk which is heated to 72 degrees Celsius for 15 seconds. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഹീറ്റിംഗ് ടെമ്പറേച്ചർ നമ്മൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഓരോന്നിനും ഡിഫറെന്റ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പാസ്ചറൈസേഷൻ പറഞ്ഞപ്പോ പറഞ്ഞു. ഇൻബോട്ടിൽ പാസ്ചറൈസേഷൻ ആയിക്കോട്ടെ LTLT ആയിക്കോട്ടെ നമ്മൾ കറക്റ്റ് ഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. HTST വരികയാണെന്നുണ്ടെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ്സ് ആണ് നമ്മൾ ഹീറ്റിംഗ് ചെയ്യുന്നത്. പ്രോംപ്റ്റ്ലി കൂൾ ടു 5 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ. ഏകദേശം 72 ഹൈ ടെമ്പറേച്ചർ ആണ് നമ്മൾ പറഞ്ഞു, ഏകദേശം 72 ആൻഡ് ഷോർട്ട് ടൈം ദാറ്റ് ഈസ് 15 സെക്കൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്വം പാസ്ചറൈസേഷൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാസ്ചറൈസേഷന് ഡിഫറെന്റ് ടൈപ്പ് ആണ്. ദെൻ വാക്വം പാസ്ചറൈസേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ milk is pasteurized under reduced pressure by direct steam. നമ്മൾ ഡയറക്റ്റ് സ്റ്റീം അപ്ലൈ ചെയ്തിട്ട് റെഡ്യൂസ്ഡ് പ്രഷറിൽ വെച്ചിട്ട് പാസ്ചറൈസ് ചെയ്യുന്നതിനെയാണ് വാക്വം പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ആൾസോ നമുക്ക് വാക്രിയേഷൻ എന്നും കൂടിയും പറയാം. ആൾസോ കോൾഡ് വാക്രിയേഷൻ. അതാണ് വാക്വം പാസ്ചറൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്റ്റാസനൈസേഷൻ. സ്റ്റാസനൈസേഷനിൽ എന്താന്ന് വെച്ചാൽ ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ച് ചെയ്യുന്ന പാസ്ചറൈസേഷൻ ആണ് സ്റ്റാസനൈസേഷൻ. ദെൻ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു ദ ഡിസൈർഡ് ടെമ്പറേച്ചർ ബൈ റിക്വയർഡ് by passing it between two water heated pipes through narrow space of 0.6 to 0.6 mm. നമ്മൾ ഇതിൽ പറഞ്ഞു ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ചിട്ടാണ് ഈ പാസ്ചറൈസേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇതിൽ മിൽക്കിനെ നമ്മൾ ഹീറ്റ് ചെയ്യും ഡിസൈർഡ് ടെമ്പറേച്ചറിൽ ബൈ പാസിംഗ് ഇറ്റ് ബിറ്റ്വീൻ ടു വാട്ടർ ഹീറ്റഡ് പൈപ്സിന്റെ ഇടയിൽ കൂടെ നമ്മൾ പാസ് ചെയ്തതിന് ശേഷം, ഏകദേശം അതിന്റെ നാരോ സ്പേസ് ആണ് പറയുന്നത് 0.6 to 0.8 mm. ദെൻ മിൽക്കിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 7 സെക്കൻഡ്സ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി കൂൾ ചെയ്യും. അതാണ് അതിന്റെ ടെമ്പറേച്ചർ വരുന്നത്, 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 7 സെക്കൻഡ്സ്. ദെൻ നെക്സ്റ്റ് വരുന്ന പാസ്ചറൈസേഷൻ ആണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ, അതായത് UHT പാസ്ചറൈസേഷൻ. ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു
about 135 to 150 degrees Celsius for fraction of second UHT. നമുക്ക് അറിയുണ്ടാവും അൾട്രാ ഹൈ ടെമ്പറേച്ചർ. അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ വരുമ്പോൾ 135 to 150 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് അസെപ്റ്റിക് പാക്കിങ്ങും ചെയ്യുന്നുണ്ട്. ഇതാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞു 135 to 150 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മൾ കൂൾ ചെയ്യാൻ വെച്ചാൽ മതി. ഇനി then നെക്സ്റ്റ് വൺ ആണ് ഊപ്പറൈസേഷൻ ഓർ അൾട്രാ പാസ്ചറൈസേഷൻ. In this method, milk is heated with direct steam up to 150 degrees Celsius for fraction of seconds. നമ്മൾ ഹീറ്റ് ചെയ്യുക 150 degree Celsius, steam up to 150 degree Celsius for a fraction of seconds വെച്ചാൽ. ഇത്രയുമാണ് നമ്മുടെ പാസ്ചറൈസേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രോസസ്സിംഗിൽ വരുന്ന കാര്യങ്ങളാണ്. then ഇതിലൊന്ന് വരുന്നതാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് സ്റ്റെറിലൈസേഷൻ. മിൽക്ക് ആയിക്കോട്ടെ, ഏതൊരു ഫുഡ് ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രോസസ്സിംഗ് ഏരിയയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റെറിലൈസ് ചെയ്യണതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, എന്താണോ കണ്ടാമിനേഷൻ കോസ് ചെയ്യുന്നത് അതൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. The term sterilization when used in association with milk means heating milk in sealed container continuously to a temperature of either 115 degrees Celsius for 15 minutes or at least 130 degrees Celsius for a period of 1 second or more in a continuous flow. ഏകദേശം ഈ ടെമ്പറേച്ചർ റേഞ്ച് 115 degrees Celsius for 15 minutes അല്ലെങ്കിൽ 130 degrees Celsius for a period of 1 second. ഈ ഒരു റേഞ്ചിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം മിൽക്കിനെ. ദെൻ അത് ഫോളോഡ് ബൈ അസെപ്റ്റിക് പാക്കേജിങ്. നമ്മൾ സീൽഡ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ പാക്ക് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. നമുക്ക് ഈ സ്റ്റെറിലൈസർ മിൽക്കിനെ നമുക്ക് ഒരുപാട് ടൈം, ലോങ് ടൈം നമുക്ക് പ്രിസർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആ മിൽക്കിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് വരുന്ന ടോപ്പിക് ആണ് പ്രോസസ്സിംഗിൽ അവസാനത്തെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം കംപ്ലീറ്റ് പ്രോസസ്സിംഗ് നടത്തി, സ്റ്റാൻഡർഡൈസേഷൻ ആയിക്കോട്ടെ, പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കംപ്ലീറ്റ് ക്വാളിറ്റി ഉള്ള നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ്, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അതായത് ഒരു ക്വാളിറ്റിയിൽ ഒരു ചേഞ്ചും വരുത്താതെ തന്നെ കംപ്ലീറ്റ് മിൽക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഡിസൈർഡ് വാല്യൂ ഓഫ് ഫാറ്റ് ആയാലും നമ്മുടെ പാസ്ചറൈസേഷൻ നടത്തിയിട്ട് കംപ്ലീറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ബോട്ടിലിംഗ് ചെയ്യണം, അതായത് പാക്കിംഗ് ചെയ്യണം. നമ്മുടെ പാക്കിംഗ് ആയിക്കോട്ടെ, നമ്മുടെ കറക്റ്റ് മെറ്റീരിയലും അതിന്റെ കറക്റ്റ് മെറ്റീരിയൽ, ബോട്ടിലിംഗ് ആയിക്കോട്ടെ, ബോട്ടിൽസ് എല്ലാം നമ്മൾ കറക്റ്റ് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മിൽക്ക് അതിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ദെൻ ബോട്ടിലിംഗ് പാക്കേജിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദ പാസ്ചറൈസ്ഡ് ആൻഡ് കൂൾഡ് മിൽക്ക് ഈസ് ഇമ്മീഡിയറ്റ്ലി ബോട്ടിൽഡ് ഓർ പാക്കേജ് ടു പ്രൊട്ടക്ട് ദ മിൽക്ക് അഗെയിൻസ്റ്റ് കണ്ടാമിനേഷൻ. നമ്മൾ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്തതിന് ശേഷം കറക്റ്റ് ക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള കണ്ടാമിനേഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡാമേജോ ആ മിൽക്കിൽ ഇല്ല. അപ്പൊ നമ്മൾ കൂൾ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബോട്ടിലിംഗ് ഓർ പാക്കേജിംഗ് നടത്തണം. അങ്ങനെ നടത്തിയാൽ മാത്രമേ നമുക്ക് കണ്ടാമിനേഷൻ ഇല്ലാത്ത, ഡാമേജ്, ക്വാളിറ്റി ഒന്നും ലോസ് ആവാത്ത, ഒരു ഡാമേജും ഇല്ലാത്ത, ഡീഗ്രഡേഷൻ സംഭവിക്കാത്ത ഒരു മിൽക്ക് നമുക്ക് കിട്ടുള്ളൂ. ദെൻ പ്രൊട്ടക്ട് ദ മിൽക്ക്. ഈ ബോട്ടിലിംഗ് ആൻഡ് പാക്കേജിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? പ്രൊട്ടക്ട് ദ മിൽക്ക് അഗെയിൻസ്റ്റ് കണ്ടാമിനേഷൻ, ലോസ്, ഡാമേജ് ഓർ ഡിഗ്രഡേഷൻ ഡ്യൂ ടു മൈക്രോ ഓർഗാനിസം, എക്സ്പോഷർ ടു ലൈറ്റ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ഫുൾ ടോപ്പിക് കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്രം ഫാം ടു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, അവിടെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഏകദേശം. ഇനി ഇതില് ഓരോ സ്റ്റെപ്പും നമ്മൾ പറഞ്ഞു, നമുക്ക് ഇതില് ഡയറി പ്രൊഡക്ട്സിനെ, ഒരുപാട് ഡയറി പ്രൊഡക്ട്സിനെ പറ്റി പഠിക്കാണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോ ചാർട്ടും വ്യത്യാസം വരും. പ്രോസസിംഗ് ഓഫ് മിൽക്ക്, ഈ
ഡിസ്ട്രിബ്യൂഷൻ വരെ, ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ പ്രൊഡക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവരി വൺ ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓരോ പ്രോസസ്സും വ്യത്യാസം വരും. പാസ്ചറൈസേഷൻ ആയിക്കോട്ടെ, ഹോമോജിനൈസേഷൻ ആയിക്കോട്ടെ, ഓരോന്നിലും ചീസ് എടുക്കുകയാണെങ്കിലും ഗീ എടുക്കുകയാണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളത് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മാർക്കറ്റ് മിൽക്ക്, അതായത് അതിന്റെ ഫുൾ പ്രോസസ്സിംഗ്, കളക്ഷൻ ഓഫ് മിൽക്ക്, കോളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഫിൽട്രേഷൻ ഓഫ് ക്ലാരിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഹോമോജിനൈസേഷൻ, പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇനി ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു.